അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും റസൂലുള്ളാഹിയെ ഓർക്കാതെ കടന്നു പോകാറില്ല. ഒന്നാമതായി ഇസ്ലാമിൽ റസൂലുള്ളാഹിയുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സാജിദേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ ദിവസവും ചർച്ചകളിൽ കടന്നു വരുന്ന കാര്യങ്ങളിലൊന്നാണ്. ഒന്നാമത്തത് റസൂലുള്ളാഹിയുടെ സ്ഥാനം ഇസ്ലാമിൽ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആദ്യം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമുക്ക് ഒരു മാതൃകയായിട്ടാണ് ശരിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു തരുന്നത്. അതെ, റസൂലുള്ളാഹി ഉസ്വത്തുൽ ഹസന എന്നാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു ഉത്തമ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. ഇത് പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറയുമ്പം തന്നെ എന്തോ ഒന്നിനെ ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയേറ്ററായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ പടച്ചവൻ കൽപ്പിച്ചിട്ടുള്ള, പടച്ചവന് അള്ളാഹു നൽകിയിട്ടുള്ള ചില മോചിതത്തുകളും ചില പ്രത്യേകതകൾക്ക് അപ്പുറത്തേക്ക് അതൊരു മനുഷ്യനാണ് പ്രവാചകൻ എന്നുള്ളതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാണാനും അറിയാനും മനസ്സിലാക്കാനും പറ്റും. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? അപ്പോൾ ജനങ്ങളെ പ്രബോധനം ചെയ്യുമ്പോൾ ആ പ്രബോധനം ചെയ്യാനുള്ള എന്താ പറയുക, അള്ളാഹു കൊടുത്തിട്ടുള്ള ആ ദിവ്യത്വം, ചില സംഗതികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവാചകനെ രണ്ട് രീതിയിൽ, ഒന്ന് ദൈവിക ദൂതനായിട്ടും രണ്ട് മനുഷ്യനായിട്ടും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഷഹാദത്ത് കലിമ രണ്ടെണ്ണമാണ്. അത് പ്രവാചകൻ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഒരാളൊരു വിശ്വാസിയായിട്ട് തീർച്ചയായും മാറുന്നത്. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ രണ്ടെണ്ണമാണ്: പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തുമാണ്. അപ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ തിരുസുന്നത്ത് കടന്നു വരുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹത്തിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്നേഹിക്കേണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതും മതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നാണ്. മറ്റൊന്ന് സാജിദ് പറഞ്ഞതുപോലെ തന്നെ പ്രവാചകനാണ് എന്നുള്ളത് വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ പ്രവാചകൻ എന്നുള്ള സ്ഥാനത്തിനപ്പുറത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവാചകനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ എന്നുള്ള സ്ഥാനത്തിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. ഒരു 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 ദൈവികത നൽകുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകാറുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആശയങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പ്രവാചകൻ പോലും മരിച്ചു കഴിയുന്ന സമയത്ത് പോലും എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കരുത്. വിഗ്രഹമാക്കരുത് എന്നുള്ള അങ്ങനത്തെ ഒരു എന്താ പറയുക, ആ ഒരു തെറ്റിലേക്ക് ഞാൻ കാരണം, എൻ്റെ ഒരു പ്രസൻസ് കാരണമോ, എൻ്റെ ഒരു ഇനിയിപ്പോൾ ഒരു വസ്ത്രം, ഒരു അങ്ങനത്തെ എന്തൊരു ചെറിയൊരു കാരണം പോലും അള്ളാഹ് പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ആയി പോകുമോ എന്നുള്ളൊരു പേടി പ്രവാചകന് മരിക്കോളം ഉണ്ടായിരുന്നു എന്ന് പ്രവാചകൻ്റെ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് കാണാനും പഠിക്കാനും പറ്റും എന്നുള്ളതാണ്. അവിടെ തന്നെ പ്രവാചകന് മുൻകാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാരുടെ അനുഭവം വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാം ഒരു പ്രവാചകൻ മാത്രമായിക്കൊണ്ടാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ ദൈവപുത്രനായി വാഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാർക്ക് സംഭവിച്ചതുപോലെ എനിക്ക് സംഭവിക്കരുത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് റസൂലുള്ള കടന്നു പോകുന്നതും. എന്നിട്ട് തന്നെ റസൂലുള്ള പലപ്പോഴും പറയുന്നല്ലോ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ എന്താക്കി? ആരാധന. ആരാധനിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പം ആരാധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് താൻ എത്തിപ്പെടരുത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അത് തന്നെയാണ് ഇസ്ലാമിക സ്ഥാനം. റസൂലുള്ള സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യാസമായിക്കൊണ്ട് പ്രവാചകനാണ്. അദ്ദേഹത്തിലേക്ക് വഹി ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുഅ്ജിസത്തുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെയാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ റസൂലുള്ളാഹിയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്വഭാവം ആരുടേതാണ് എന്നുള്ള ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവത്തിലാണ് എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർബന്ധമായും ജനങ്ങളോട് പറയുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ചില സംഗതികൾ കൂടിയുണ്ട്. അതിൽ കുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും യൂഹ ഇലയ്യ, ഞാനൊരു നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യനാണ്. യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹി ഇറങ്ങുന്നുണ്ട്. അതൊരു വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിയോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് ഗൈബ് അറിയൂല, മറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ അറിയൂല. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഒരുപാട് ഖൈർ കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു സൂഉം എന്നെ ബാധിക്കൂലായിരുന്നു എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആൻ പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനാണ്, പ്രവാചകനാണ്, എന്നാൽ ഒരു ദൈവികത
ഇല്ലാത്ത ആളാണ്. അത് ആ നാട്ടിലെ മനുഷ്യർക്ക് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ മക്കയിലുണ്ടായിരുന്ന ആളുകൾ തന്നെ അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഇതെന്തൊരു പ്രവാചകനാണ്, അതെ. അഥവാ സാധാരണ ആളുകളെ പോലെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ ആ ആളുകൾ പോലും പ്രവാചകനെ അങ്ങനെ അല്ലായിരുന്നു കണ്ടിരുന്നത്. അതായത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരാൾക്കുണ്ടാകുന്ന, നേരത്തെ പറഞ്ഞ പോലെ മാനുഷിക കഴിവിൻ്റെ അപ്പുറത്തുള്ള ചില ശക്തികളുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. കാരണം അത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലുള്ള ഒരു എന്താ പറയുക ബഷറാണ്, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യനാണ്, തിന്നുകയും കുടിക്കുകയും എല്ലാ വികാര വിചാരങ്ങളുമുള്ള സാധാരണ മനുഷ്യനാണ് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിരാണ്. അപ്പോൾ പ്രവാചകൻ്റെ ആ ഒരു പ്രവാചകനെ സ്നേഹിക്കുന്ന രീതി, എങ്ങനെ സ്നേഹിക്കണം, പ്രവാചകൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ആ പ്രവാചക സ്നേഹം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, പ്രവാചകൻ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, പ്രവാചകൻ എങ്ങനെയാണ് പിൻപറ്റേണ്ടത്. ഇപ്പോൾ ഖുർആൻ നേരത്തെ പറഞ്ഞതല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുക്കും. അപ്പം അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് പറഞ്ഞു. അവിടെയും ശരിക്കും എന്നെ സ്നേഹിക്കണമെന്നോ എൻ്റെ മധുഹിലെ എന്നെ ഇങ്ങനെ ഉയർത്തി കാണിക്കുക എന്നുള്ള വേറെ രീതിയിലുള്ള എന്നെ കാണുന്ന ഒന്നല്ല പ്രവാചകൻ പറഞ്ഞത്, എന്നെ പിൻപറ്റുക എന്നുള്ളതാണ്. പിൻപറ്റുക എന്ന് പറയുമ്പോൾ അള്ള തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു, ആ എത്തിക്കുന്ന കാര്യം തെറ്റുകൾ കൂടാതെ നിങ്ങൾ സ്വീകരിക്കണം. അവിടെയും തെറ്റു പറഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഈ ഈത്തപ്പനയുടെ പരാഗണ വിഷയങ്ങളൊക്കെ നമുക്ക് മതകാര്യങ്ങളിൽ അതാണ് അനുസരിക്കുകയും മറ്റുള്ള പൊതുവിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല സന്ദർഭങ്ങളിലും തെറ്റുകൾ. ഇതേപോലെ തെറ്റുകൾ പറ്റിയേക്കാം എന്നുള്ളതാണ്. തെറ്റുകൾ പറ്റുക എന്ന് പറയുന്നത് അത് ആ, മോശം കാര്യം അല്ലല്ല, കൊണ്ടല്ല പറയുന്നത്. മാനുഷികമായിട്ട് വരുന്ന ചില തെറ്റുകളെ കുറിച്ച്, അതും വലിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ റസൂലിനെ പരിശുദ്ധ ഖുർആൻ തന്നെ തിരുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന് അബസവത്തവല്ല അൻജാഅഹുൽ അമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. അബ്ദുല്ലാഹി ബിൻ മക്തും റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് റസൂലുള്ളാഹിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തഹരീമിലും തഹരീമിന്റെ തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹിയെ അങ്ങനെ തിരുത്തുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ അതൊക്കെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് വന്നു പോകുന്ന ചില സംഗതികളെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രവാചക സ്നേഹം എന്നുള്ളത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടാക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അതാണല്ലോ റസൂൽ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയാകൂല നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങൾ മറ്റുള്ള എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ആലോചിക്കേണ്ടത്, നമുക്ക് റസൂലുള്ളാഹിയുടെ കൽപ്പനയും നമ്മളുടെ ഇഷ്ടങ്ങളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് കൊണ്ട് പ്രവാചക വചനങ്ങളെ നമ്മൾ പിന്തുടരേണ്ടി വരും. ഇത് അതിന്റെ ഏറ്റവും നല്ല മനോഹരമായ രൂപങ്ങളിലൊന്നാണ്. മറ്റൊന്ന് ഉമർ റളിയല്ലാഹുവിന് പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ഏറ്റവും ഇഷ്ടം പ്രവാചകരെ താങ്കളെയാണ് എന്ന് പറയുന്ന സമയത്ത് റസൂല തിരുത്തുന്നുണ്ട്, അല്ല, തന്നെക്കാളും നിന്നെക്കാളും സ്നേഹം എന്നോട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന്. അതെന്തുകൊണ്ടാ? അത് മുഹമ്മദ് എന്നുള്ള വ്യക്തിയിലേക്കല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളത് കൊണ്ടാണ്, റസൂലുള്ളയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സ്നേഹം നൽകേണ്ടത്. ഒരുപാട് സ്നേഹത്തിന്റെ വഴികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും, വിവിധ രൂപങ്ങൾ കാണാൻ പറ്റും സ്വഹാബിമാരുടെ ഇടയിൽ തന്നെ. നമുക്ക് സ്വഹാബത്തിൻ്റെ തന്നെ വിവിധമായിട്ടുള്ള രൂപങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബദ്ർ യുദ്ധത്തിൻ്റെ ആ വേളയിലാണെന്ന് തോന്നുന്നു സവാദർ എന്ന് പറയുന്ന ആ വാക്ക്. ഇപ്പോൾ ആ ഒരു ചെറിയ, നമ്മൾ ചുരുക്കി പറയുമ്പം അവിടെ ചെറിയൊരു അടി ഇങ്ങനെ ലൈൻ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ, സ്വത്ത് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ആ പാട്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേൾക്കാൻ പറ്റും, ബദ്രിൻ്റെ ആകാണ് ധ്വനി മുഴങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ആ സവാദ് പറയുന്നുണ്ട്, ഈ നബിയോട് ഇങ്ങനെ തിരിച്ചും എനിക്ക് നിങ്ങളെയും എന്ത് ചെയ്യണം അടിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നത്, നിങ്ങളെ ഇനി കാണൂ എന്ന് അറിയില്ല, ഈ യുദ്ധത്തിനാ പോകുന്നത്, അപ്പൊ ഇനിയും സ്പർശിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പൊ അത്രമേൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന, ഇപ്പോൾ ബദർ യുദ്ധത്തിന്റെ കഴിഞ്ഞ് ഉഹുദ് യുദ്ധത്തിൽ തൊൽഹാൻ തോന്നുന്നു അദ്ദേഹം ഈ സംരക്ഷിക്കുന്നത്, അത് ഒരു കവചയായിട്ട് നിന്ന് സംരക്ഷിക്കുന്നത്. പിന്നീട് പറഞ്ഞ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നുള്ള രീതിയിലാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്നത്. അതല്ലാതെയും ഒരുപാട് ആളുകൾ പ്രവാചകനെ സ്നേഹിച്ചിട്ടുള്ള അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ മുഖത്ത് ഒരു വിശപ്പിന്റെ അടയാളം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് പറയും എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അത്രത്തോളം അവര് റസൂലുള്ളാഹിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിച്ചതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം, അത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ റസൂലുള്ള മരണപ്പെടുന്ന സന്ദർഭം വരെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച രീതി, ഒരു സുഹൃത്താണ്, അതോടൊപ്പം തന്നെ ഒരു പ്രവാചകനാണ്, പിന്നീട് തൻ്റെ മകളുടെ ഭർത്താവാണ് എന്നൊക്കെയുള്ള രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിലൊന്നാണ്. നിർബന്ധമായും പ്രവാചകനെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത്. ആ സ്നേഹത്തിന്റെ അവിടെ തന്നെ ചെറിയൊരു ഇത്, നമ്മുടെ ശരിക്കും പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആരാധനകളിലും
അതേപോലെ തന്നെ സ്വഭാവങ്ങളിലും അത് പ്രസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. കാരണം സ്വലാത്ത് ചൊല്ലുന്ന അതേ നാവ് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇറച്ചിയും തിന്നുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുകയും അപ്പുറത്ത് ഓപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്നതും അതും ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് പ്രവാചകനെ ഞാൻ കൊണ്ടു നടക്കുമ്പോഴാണ് ആ സ്നേഹം ശരിക്കും യഥാർത്ഥ സ്നേഹമായിട്ട് മാറുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിലും അതിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പം സ്വന്തം മാതാവ് മരണപ്പെട്ട് കിടക്കുക, മാതാവ് മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ മാതാവിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കുകയാണ്. അപ്പോൾ മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതുകയാണ്. രണ്ടാമത്തെ തക്ബീറിലേക്ക് പോയിട്ട് അവിടെ സ്വന്തം മാതാവിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, അവിടെ റസൂലുള്ളാഹിയുടെ പേരിലും അതോടൊപ്പം തന്നെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് കാരുണ്യം ചൊരിയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ നൽകുന്നത്. മൂന്നാമത്തെ തക്ബീറിലാണ് മയ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതാവിന് വേണ്ടിയിട്ട് അവനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആരാധനയെ അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കാരണം അത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരാളൊരു നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, ഈ 5 നേരത്തെ നമസ്കാരത്തിൽ സ്വലാത്ത് ഇല്ലാതെ അയാളുടെ നമസ്കാരം പൂർത്തീകരിക്കപ്പെടുന്നില്ല. അയാൾ ബാങ്ക് കേൾക്കുന്നുണ്ട്, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്നുണ്ട്. ഇത്രയും തൻ്റെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല രൂപങ്ങളിൽ പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല രൂപം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകനെ പിന്തുടരുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ, പ്രവർത്തനത്തിൽ, സ്വഭാവത്തിൽ, ഈ 3 കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ചിലത് നമുക്ക് പ്രത്യക്ഷത്തിൽ നല്ലതാണെന്നാണ് തോന്നും. ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു ആരാധനയാണെങ്കിൽ പോലും എനിക്ക് ഒരു 2 റക്അത്ത് കൂടി നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ ഒരു നോമ്പ് എക്സ്ട്രാ നോറ്റാൽ, ഇങ്ങനെ ചില നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും പ്രവാചകൻ അവിടെ മാതൃക പഠിപ്പിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പിന്നെ പ്രവാചകൻ സ്വഭാവം പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾ, അന്ന് അവിടെ റസൂൽ ഇല്ല, അപ്പോൾ ഭാര്യയാണ് ആ ആളുകളെ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് തീരുമാനം എടുത്തു പോകുന്ന 3 ആളുകൾ, ആ 3 ആളുകൾ ഞാൻ ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ നമസ്കാരം ഫുൾ ടൈം നമസ്കരിക്കും എന്ന് പറഞ്ഞ ആളും, അതേപോലെ തന്നെ പള്ളിയിൽ എഴുത്തികാഫ് ഇരിക്കും എന്ന് പറഞ്ഞ ആൾ, ഫുള്ള് നോമ്പ് എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നു പറഞ്ഞ ആൾ. നബി തിരിച്ചു വന്ന് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്ന ആളുകൾ അന്വേഷിച്ച് വന്നിരുന്നു, സ്വഭാവം അന്വേഷിച്ചൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ തീരുമാനം എടുത്തിട്ടാണ് പോയത്. ആ 3 ആളുകളെയും വിളിച്ചിട്ട് തിരുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ നമസ്കരിക്കാറുണ്ട്, അതായത് ഫുൾ ടൈം നമസ്കരിക്കാറല്ല, കുടുംബമൊക്കെ പോറ്റുന്നുണ്ട്, അതേപോലെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കാറുണ്ട്, ഇരിക്കാത്ത സമയമുണ്ട്, നോമ്പ് എല്ലാ ദിവസവും നോൽക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്, ദീനിൽ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഞാൻ പഠിപ്പിച്ച അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്തൊക്കെ നമുക്ക് അവിടെ പഠിപ്പിച്ച റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്ക് കൂടി ഉണ്ടല്ലോ, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ വെറുത്താൽ അയാൾ എന്നിൽ പെട്ടവനല്ല. പെട്ടവനല്ല. കൂടുതലായിട്ട് ചെയ്യുക, ഒലിവുണ്ടാകുക എന്നൊക്കെയുള്ള അതന്നെ പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടല്ലോ. അഹ്ലു കിതാബിനോട് പറയും ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഒലിവ് കാണിക്കരുത്, അതിൽ കടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവിടെ തന്നെയുള്ളൊരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചക സ്നേഹം എന്താണ് എന്നുള്ളത് പഠിപ്പിക്കുന്നത് ഒന്ന് റസൂലുള്ളാഹിയെ പിന്തുടരുക, അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക, പരിശുദ്ധ ഖുർആനിനെ ചേർത്ത് വെക്കുക. ഇതിൽ നിന്ന് മാറിയിട്ട് മറ്റേതെങ്കിലും രീതിയിലേക്ക് പോകുകയാണെങ്കിൽ അയാൾ വഴി പിഴച്ചു പോകും. ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിട്ടേച്ച് പോകുന്നുണ്ട്. തറക്ത ഫിക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തി റസൂലി. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ച് പോകുകയാണ്. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് റസൂലുള്ളാഹിയുടെ തിരുചര്യയാണ്. ഏതൊരു കാര്യത്തിലും റസൂലുള്ളാഹിയുടെ ഈ തിരുചര്യക്കപ്പുറത്തേക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ പല ബിദ്അത്തുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്ന സമയത്തും അതിലെ അപ്ഡേഷൻസ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻസ് മാത്രമല്ല, മറ്റുള്ള ആചാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ബിദ്അത്തിനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ ആ ഭംഗിയാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് ഭാവിയിൽ എവിടെ എത്തും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ. ഇത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഈ വഴി പിഴക്കുക എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഉണ്ടാകൂല. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ബിദ്അത്തിനെ അവലംബിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പ്രവാചക സ്നേഹമല്ല അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ്. പലപ്പോഴും ഇതിനൊരു ഉദാഹരണമായിട്ട് മർഹൂം AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നൊരു ഉദാഹരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആളുകൾ പറയുമായിരുന്നു. ഒരാൾക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു. ആ സൈക്കിൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആ സൈക്കിളിന് അത്യാവശ്യമായിട്ട് വേണ്ട ചില സംഗതികളുണ്ട്. ആ സംഗതികൾ ഈ കുട്ടിക്ക് അറിയില്ല. നേരെ മറിച്ച് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുക അതിൻ്റെ മേലെ വെച്ച് പിടിപ്പിച്ച മുത്തുകൾ, അതേപോലെ ഡെക്കറേഷന് വേണ്ടി ഉണ്ടാക്കിയെടുത്തുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെ സംഗതികളായിരിക്കും അതിലിഷ്ടം ഉണ്ടാകുക. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്നാൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ സംഗതികൾ, ഏറ്റവും കാര്യമായിട്ടുള്ള സംഗതികൾ അതൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇതുപോലെയാണ് ബിദ്അത്തുകളെന്ന് പറയപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതത്തിലേക്ക് നല്ലതാണ് എന്ന് കരുതിയിട്ട് കടത്തിക്കൂട്ടുന്ന ആരാധനയുടെ
രൂപങ്ങളാണ് പലപ്പോഴും ബിദഅത്തുകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുള്ളത്. പ്രത്യേകമായിട്ട് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നത്, അതോടൊപ്പം തന്നെ പ്രത്യേക സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്, ഒരു വർഷത്തിൽ പ്രത്യേക സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ചെയ്യുന്ന, പ്രത്യേക പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയും തിരിച്ചറിയാൻ കഴിയില്ല അത് തെറ്റാണ് എന്നുള്ളത്. അതാണ് വലിയ പ്രശ്നം. പിശാച് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ ഒരു ബിദഅത്ത് ഉണ്ടാക്കുന്നതാണ് പിശാചിന് ഇഷ്ടം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് വരാനുള്ള സാധ്യത കുറവാണ്. ഇവർ മരണപ്പെടുന്ന സമയത്ത് മാത്രമാണ് ഇവർ തിരിച്ചറിയുക ഇതെന്തായിരുന്നു, ബിദഅത്തായിരുന്നു എന്നുള്ളത്. അതിനൊരു വിശ്വാസത്തിന്റെ ഒരു കണക്ഷനും ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ബിദഅത്ത് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഒരു പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബിദഅത്തല്ല. അതായത് ശരിക്കും വിദഗ്ധത്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പഠിക്കാത്തിടത്തോളം കാലം എനിക്കത് വിദഗ്ധത്താണെന്ന് മനസ്സിലാവും. അപ്പം ഞാനത് ഭയങ്കര ഇബാദത്തായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മുഫ്ലിസ് ആരാന്ന് ശരിക്കും പഠിപ്പിച്ചു തന്നതും അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുകയാണ്. അവിടെ എത്തുന്ന സമയത്ത് ഒന്നും ഇല്ലാത്ത പാപ്പരനായിട്ട് മാറുന്നത്, നന്മ ചെയ്യുന്ന അതോടൊപ്പം തന്നെ അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്ന തിന്മകൾ കൂടെ വരുന്നു. അപ്പം ഇത് മനസ്സിലാക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ രണ്ടിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. കിതാബ് അല്ലാഹ് അവിടെ ഉണ്ട്, സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. ആ രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അതിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കിയെടുക്കുക, അതിൽ നിന്ന് നമ്മളുടെ പ്രവർത്തനങ്ങളെ വിഭാവനം ചെയ്തെടുക്കുക. ആ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായ പ്രവർത്തനങ്ങളായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ചില ആളുകളിലോ കേന്ദ്രീകരിച്ചുകൊണ്ട് മതം പഠനം അല്ലെങ്കിൽ മതകാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത്. അതായത് നമുക്ക് കിട്ടുന്ന റിസോഴ്സ് അനുസരിച്ച് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റണം. ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചത് സംശയങ്ങളെ ഉള്ളിലിങ്ങനെ കുടുക്കി വെക്കാതെ ചില കാര്യങ്ങൾ ചോദിക്കുക. പ്രവാചകൻ ആരാണ്, പ്രവാചകൻ്റെ മോചിതത്തുകൾ എന്താണ്, പ്രവാചക സ്നേഹം എങ്ങനെയാണ്, എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊരു യഖീൻ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ചില പോയിന്റ്സ് നമുക്ക് ശരിക്കും മത കാര്യങ്ങളെ മനസ്സിലാക്കാനും ഈ ബിദ്അത്തുകളും ശിർക്കും തൗഹീദും ഒക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു ഉറപ്പ് വരികയും അതിൽ നിന്ന് ആരാധനകളെ ക്രമീകരിക്കുവാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. കൂടുതൽ പഠനത്തിന് തയ്യാറാകുക, തിരുത്തേണ്ട ഭാഗങ്ങളെ തിരുത്തുക, നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഭാഗങ്ങൾ ചേർത്ത് വെക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.